നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ താലോലിച്ച് അതെല്ലാം വളരെയധികം നമ്മളിങ്ങനെ സ്വപ്നങ്ങളെ താലോലിച്ച് നമ്മൾ അവിടേക്ക് എത്തുന്നതൊക്കെ ഇങ്ങനെ ഡ്രീം ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ എന്താ മനോഹരമാണെന്നറിയോ ജീവിതം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും വരുന്ന സ്ട്രഗിൾസിനെയൊക്കെ നമ്മുടെ പുതിയ സ്റ്റെപ്പുകളായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്റ്റെപ്പുകളിൽ കൂടിയൊക്കെ നമ്മൾ പടിപടിയായിട്ട് ചവിട്ടിക്കയറി നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ജീവിതം വളരെയധികം സന്തോഷകരമായിട്ട് വളരെയധികം സെലിബ്രേറ്റ് ചെയ്ത് ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ഈ ലോകത്തില് കൂടുതൽ ആൾക്കാരും സക്സസ് ആവാതെ പോകുന്നത് എന്നുള്ളതിന്റെ കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും? എന്തുകൊണ്ടാണെന്നറിയോ? ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണത്? അവരാരും ട്രൈ ചെയ്യുന്നില്ല. They don't try. That's why. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ ആൾക്കാർ ഇത് ട്രൈ ചെയ്യാതെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരൊന്ന് ശ്രമിക്കുക പോലും ചെയ്യാതിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? അതിനും ഉള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് പേടിയാണ്. ഫെയിൽ ആയി പോകുമോ എന്നുള്ള ഒരു പേടിയാണ്. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയും ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് സാഹചര്യങ്ങളാവാം, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പേടിയാവാം, പരാജയപ്പെടുമോ എന്നുള്ള ഭയമാകാം, ഇല്ല എന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളാകാം, ചുറ്റുമുള്ള ആൾക്കാരാകാം. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടല്ലേ. ഇതിനെല്ലാത്തിനും പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡിസിപ്ലിന്റെ അഭാവം, ഡിസിപ്ലിൻ ഇല്ലായ്മ. നമ്മുടെ ഡിസിപ്ലിൻ ഇല്ലാത്ത മൈൻഡും നമ്മുടെ ഈഗോയും. ഈ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റെഡി ആയിരിക്കണം. എന്തിനെന്നറിയോ? ഈ പരാജയങ്ങളെ നേരിടാനും ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും നിങ്ങൾ റെഡി ആയിരിക്കണം. അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം, അതിനുള്ള കറേജ് നിങ്ങൾ നേടിയിരിക്കണം. നിങ്ങൾക്കറിയോ, നമ്മൾ ഈ ജേർണി തുടർന്നു കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പരിധി എത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയേക്കാം. ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ടി വരും. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് അങ്ങനെ പോകത്തുള്ളൂ. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. നിങ്ങൾക്കറിയോ, ഈ തോൽവികൾ നമ്മളെ ഇങ്ങനെ നിരന്തരം ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ശരിക്കും അതൊന്ന് പരിശോധിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോൽവികൾ നമ്മളിലേക്ക് വരുമ്പോൾ അത് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും. അപ്പോഴെല്ലാം നിങ്ങൾ ഓർക്കുക, ഈ തോൽവികളിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു 10 തവണ നിങ്ങൾ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക, ഈ 10 തവണ ഞാൻ തോൽക്കുന്നതും 10 ചവിട്ടുപടികളാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എൻ്റെ സക്സസിലേക്കുള്ള സ്റ്റെപ്പാണ് എന്ന് നിങ്ങൾ നിരന്തരം നിങ്ങളുടെ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ, നിങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഈ തോൽവികളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടല്ലേ, സക്സസ് ആയിട്ടുള്ള ഒരുപാട് പീപ്പിൾസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാം അതിശയത്തോടു കൂടി നിന്ന് നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇവരൊക്കെ ഇത്രയും വലിയ സക്സസിലേക്ക് ഇവരൊക്കെ എത്തിപ്പെട്ടത്, എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും വലിയ സക്സസ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതല്ലേ നമ്മൾ ചോദിക്കും. ഇവരെങ്ങനെയാ ഇത്രയും എളുപ്പത്തിൽ ഇതെല്ലാം നേടിയെടുത്തത്? പക്ഷേ നമ്മൾ ചോദിക്കുന്നത് തെറ്റാണ്. അവരത്ര എളുപ്പത്തിലാണോ ഇതെല്ലാം നേടിയെടുത്തത്? ഒരിക്കലുമല്ല. അവര് അത്രയും പെയിനിലൂടെ കടന്നുപോയിട്ടാണ്, അവരത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു നേട്ടത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റിയത്. അവർ ആ സക്സസിലേക്ക് എത്താനായിട്ട് അവര് പണിയെടുക്കുന്നുണ്ട്, അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവര് പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള പാതയല്ല അവര് കടന്നു വന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾസോ അവര് തീർച്ചയായിട്ടും അവരുടെ ഫെയിലിയേഴ്സ് എല്ലാം അവർ ഫേസ് ചെയ്ത് അതിനെല്ലാം മറികടന്ന് വന്നവരാണ് വിജയിച്ച ആൾക്കാരെല്ലാവരും. അവരത് ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ വീണ്ടും ട്രൈ ചെയ്യാനും തയ്യാറായതുകൊണ്ടാണ് അവർക്ക് ആ സക്സസിലേക്ക് എത്തി നിൽക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്കറിയോ, നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ഫെയിലിയേഴ്സുമാണ് നമ്മുടെ സക്സസിലേക്കുള്ള ശരിയായ പാത തുറന്ന് കാണിച്ചു തരുന്നത്.
നിങ്ങൾക്കറിയോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് തോൽവികൾ ഫേസ് ചെയ്യേണ്ടി വരും, എനിക്ക് ആൾക്കാരുടെ വിമർശനങ്ങളെ നേരിടേണ്ടി വരും, വെല്ലുവിളികളെ നേരിടേണ്ടി വരും. അത് നേരിടാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രതിബന്ധങ്ങളെ നേരിടാൻ നമ്മൾ റെഡി ആയിരിക്കണം, നമ്മൾ അതിനെ സ്വാഗതം ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ സ്വാഗതം ചെയ്യണം എന്ന് പറയുന്നത്? നമ്മൾ അതിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെ? കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നമ്മൾ കടന്നു പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തി നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ശരിക്കും ആ ഒരു പ്ലാൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫെയിലിയർ മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാവും എന്നുള്ള ആ ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുന്ന പാതയിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടെ തളർന്നു പോയില്ല. നമ്മൾ ഒരിക്കലും അവിടുന്ന് തന്നെ ഇത് മതി, ഇത്രയും സ്റ്റോപ്പാണ്, ഇവിടെ നിർത്തിക്കോ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തത്തില്ല. നമ്മൾ തിരിച്ചു പോകത്തില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും ഞാൻ അതെല്ലാം തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ അല്ല, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാതയല്ല. പല കേഴ്സും അതിനകത്ത് ഉണ്ടാവും, അല്ലെ? നമ്മളത് മനസ്സിലാക്കുക, നമ്മൾ ഉള്ളിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ജീവിതം എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. നമ്മളൊരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അതിന് അപ്പും ഉണ്ട് ഡൗണും ഉണ്ട്, അല്ലെ? അപ്പൊ അതുപോലെയുള്ള ഒരു ഗ്രാഫാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഡൗൺ വരുമ്പോഴും നമ്മൾ തീരെ തളർന്നു പോയി അവിടെ കൊണ്ടെല്ലാം തീർന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറി നിന്ന് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വലിയേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളെ മൈൻഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴോട്ട് പോകുന്ന ഗ്രാഫ് ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കലി പോകും. നമ്മൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു കുന്നും കുഴിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ ആ യാത്ര എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല ഈ ലോകത്തില്. നമ്മളത് കണ്ടെത്താത്തത് കൊണ്ടാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ മൈൻഡിൽ നമ്മളോട് തന്നെ പറയുക, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഞാൻ അതെല്ലാം സോൾവ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, ഞാൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും നമ്മൾ എപ്പോഴും മനസ്സിൽ നിങ്ങൾ വെക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നെവർ ഗിവ് അപ്പ്. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നെവർ ഗിവ് അപ്പ്. നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും അതെല്ലാം തരണം ചെയ്ത് നമുക്ക് പോകാൻ പറ്റും, നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കരുതി വെക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ പാത വളരെ സുഗമമായിരിക്കും. അതുകൊണ്ട് എന്താ വേണ്ടതെന്നറിയോ? ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷൻ ലൈഫിൽ കൊണ്ടിട്ട് തരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ നിന്ന് പോകരുത്, അവിടെ സ്റ്റക്കായി പോകരുത്. അവിടെ സ്ട്രഗിൾസ് എല്ലാം നമുക്ക് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാം. പല കാര്യങ്ങളും ഉണ്ടല്ലേ ഇന്ന് ലോകത്തിൽ. നമുക്ക് ഓരോ സ്ട്രഗിൾ വരുമ്പോഴും എങ്ങനെ അതൊക്കെ മറികടന്ന് പോകാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. നിങ്ങളത് കണ്ടെത്താത്തത് കൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യല്ലേ. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ താലോലിച്ച് അതെല്ലാം വളരെയധികം നമ്മളിങ്ങനെ സ്വപ്നങ്ങളെ താലോലിച്ച് നമ്മൾ അവിടേക്ക് എത്തുന്നതൊക്കെ ഇങ്ങനെ ഡ്രീം ചെയ്ത് നമ്മൾ ചെറിയ ആക്ഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ എന്താ മനോഹരമാണെന്നറിയോ ജീവിതം ജീവിക്കുവാനായിട്ട്. ജീവിതം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും വരുന്ന സ്ട്രഗിൾസിനെയൊക്കെ നമ്മുടെ പുതിയ സ്റ്റെപ്പുകളായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്റ്റെപ്പുകളിൽ കൂടിയൊക്കെ നമ്മൾ പടിപടിയായിട്ട് ചവിട്ടിക്കയറി നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ജീവിതം വളരെയധികം സന്തോഷകരമായിട്ട്, വളരെയധികം സെലിബ്രേറ്റ് ചെയ്ത് ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുക. എനിക്ക് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുക. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ചോയ്സ് ആണ്. എനിക്ക് സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കാനാണ് എൻ്റെ പ്രപഞ്ചശക്തി എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് സ്ട്രഗിൾ ചെയ്ത്
ഒരുപാട് എന്താ പറയാനാ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ ജീവിതം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനുള്ള റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത് അത് ഞാനാണ് എടുക്കേണ്ടത്. ആ ഡിസിഷൻ എടുക്കേണ്ടത് ഞാനാണ്. അത് ഞാൻ എടുത്ത് ഇതെല്ലാം മറികടന്ന് ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഫുൾ ടൈം ഞാൻ 24/7 ഞാൻ ഹാപ്പി ആയിരുന്നുകൊണ്ട് എൻ്റെ ലൈഫിനെ ഞാൻ സക്സസിലേക്ക് എത്തിക്കും എന്നുള്ള ആ ഒരു ഉറച്ച ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോ വെറുതെ കണ്ടു പോവാതെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. എനിക്ക് ലൈഫിൽ സക്സസ് ആയേ പറ്റുള്ളൂ എന്നുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവുക. അപ്പം ആരൊക്കെയാണ് ആ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുത്ത് എപ്പോഴും ട്രൈ ചെയ്ത് ജീവിതം ഒരു സക്സസിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആ സക്സസിലേക്ക് എത്തിച്ചേ അടങ്ങത്തുള്ളൂ എന്നുള്ളൊരു പ്രോമിസ് എന്നോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം എടുക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിനകത്ത് യെസ് ഐ എം റെഡി അല്ലെങ്കിൽ ഞാൻ റെഡിയാണ്, ഞാൻ ആ തീരുമാനം എടുത്തിരിക്കുന്നു ഇപ്പോൾ തന്നെ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചിലപ്പോൾ ഒരു സെന്റൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഫ്ലാഷ് ആയിട്ട് ഇങ്ങനെ മനസ്സിൽ കയറുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് കോച്ചിങ്ങിന്റെ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കും എനിക്കൊരു പോസിറ്റീവ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്